ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻമാക്കിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അക്രഡിറ്റേഷൻ കൗൺസിൽ. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് കൗൺസിലാണ് ആൻമാക്. പക്ഷേ ആൻമാക്കിൻ്റെ ആവശ്യകത എന്താണ്? ഒരു നഴ്സ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആൻമാക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് അത് ഏത് സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് പല നഴ്സസിനും ഇപ്പോഴും ഒരു അവയർനെസ് ഇല്ല. ആദ്യം തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആപ്ര രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആപ്ര രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എൻക്ലെക്സാരൻ, ഓസ്കി, ലാംഗ്വേജ് ടെസ്റ്റ്, ഈ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുക. സോ നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിനുശേഷം നിങ്ങൾക്ക് PR-ൻ്റെ പ്രോസസ്സ് ചെയ്യണമെങ്കിലോ എംപ്ലോയറിനെ കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിലോ ആൻമാക്കിൻ്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻമാക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് കൗൺസിലാണ്. ഈ നഴ്സിംഗ് കൗൺസിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഒക്കെ വെരിഫൈ ചെയ്തിട്ട് ഒരു ഔട്ട്കം തരും, പോസിറ്റീവ് ഔട്ട്കം തരും. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പല എംപ്ലോയേഴ്സും സ്റ്റിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആൻമാക്കിൻ്റെ റിപ്പോർട്ടും ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ക്രിട്ടിക്കൽ കെയറിലാണെന്ന് വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ICUലാണെന്ന് വെക്കുക. സോ ICUയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോബ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴോ PR-ന് അപ്ലൈ ചെയ്യുമ്പോഴോ ആൻമാക്കിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആവശ്യമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിലാണ് ആൻമാക് എന്ന് പറയുന്നത്. സോ ആൻമാക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ഒരു ലെറ്റർ ഓഫ് ഡിറ്റർമിനേഷൻ, LOD എന്നാണ് അതിന് പറയുന്നത്, അത് ഇഷ്യൂ ചെയ്യും. ഇത് ഇഷ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ലെറ്ററും നിങ്ങളുടെ ബാക്കിയുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പല എംപ്ലോയേഴ്സും ആൻമാക്കിൻ്റെ ഔട്ട്കം ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിൽ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ആൻമാക് കംപ്ലീറ്റ് ചെയ്യുക. ഇനി PR-ൻ്റെ ടൈമിൽ ആൻമാക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ മിക്ക നഴ്സസും പ്ലാൻ ചെയ്യുന്നത് വിത്ത് PR ആയിട്ടായിരിക്കുമല്ലോ. അതായത് ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു, ദെൻ പെർമനൻറ്റ് റെസിഡൻസി എടുത്ത് വിത്ത് ഫാമിലി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സസ് ആയിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ ആപ്ര രജിസ്ട്രേഷന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പായ ആൻമാക്കിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, പ്രീവിയസ്ലി ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആൻമാക്കിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഡെസ്മ ഇൻ്റർനാഷണൽ ആൻമാക്കിൻ്റെ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീസിലാണ് നമ്മൾ ആൻമാക്കിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ആപ്ര രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നഴ്സസ് ആണെങ്കിലും, നിങ്ങൾ ഡെസ്മ ത്രൂ അല്ല ആപ്ര പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതെങ്കിലും നമ്മൾ ആൻമാക്കിൻ്റെ പ്രൊസീജിയറിന് വേണ്ടി നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് PR-ൻ്റെ പ്രൊസീജിയർ ചെയ്യണമെങ്കിലും ഡെസ്മേനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ PR-ൻ്റെ പ്രൊസീജിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ഡയറക്റ്റായി കോൾ ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ ആൻമാക്കിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനും അതല്ലാതെ ഓസ്ട്രേലിയയുടെ PR-ൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.